ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മൾ ഈ ആൻഡ്രോയിഡ് ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാന്ന് പറയുന്നത് എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്നിട്ടായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഒരുപാട് പ്ലേ സ്റ്റോറിൽ ഒരുപാട് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതെങ്ങനെയാണ് തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത്. പ്ലേ സ്റ്റോറിൽ ഇത്തരത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും അതിൽ ചില ആപ്പുകളൊക്കെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ ഫോട്ടോസ്, കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് ഇതൊക്കെ ചോർത്തുന്നുണ്ട് എന്നുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് തന്നെ ഞാൻ കുറച്ച് മുന്നേ 2-3 വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളൊരു പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതൊരു ആപ്പായാലും അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കുക. അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ ചിലപ്പം പല ആളുകൾക്കും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഓൾറെഡി അറിയുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടി അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഫേക്ക് ആണോ റിയൽ ആണോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇതിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡെവലപ്പർ നെയിം ആൻഡ് പ്രൊഫൈൽ പിക് നോക്കുക എന്നതാണ്. അതായത് ഏത് ആപ്പാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വിചാരിക്കുന്നത്, ആ ഒരു ആപ്പിൻ്റെ പേര്, അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം ആ ഒരു ആപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പേരിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പർ നെയിം കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ പ്രൊഫൈൽ പിക്കും. സോ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ആ ഒരു ഡെവലപ്പർ നെയിം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഗൂഗിൾ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ച് അറിയാത്ത കാര്യം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മൾ എല്ലാവരും ഗൂഗിൾ ചെയ്ത് നോക്കാറാണ് ചെയ്യാറ്. സോ അതുകൊണ്ട് ഇവിടെയും അതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ആ ഒരു പേരെടുത്ത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. ഗൂഗിൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു വെബ്സൈറ്റ് വരികയാണ്, അവരുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് അവർക്കുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്പിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് എന്നാണെങ്കിൽ അത് റിയൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ഇനി അതല്ല, അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിട്ടൊന്നും കാണുന്നില്ല, അതിൻ്റെ വേറെ എന്തൊക്കെയോ ആണ് നിങ്ങൾക്ക് അവിടെ വരുന്നത് എങ്കിൽ അത് ഫേക്ക് ആയിട്ടുള്ള ഒന്നായിരിക്കും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആപ്പ് പെർമിഷൻ നോക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അധികം ആപ്പിലുണ്ടായിരിക്കും ഇങ്ങനെ പെർമിഷൻ ചോദിക്കുന്നത്. എന്നിട്ട് നമ്മളത് അലോ ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ കോൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗാലറി, ഇതിൻ്റെയൊക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഏതൊരു ആപ്പാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ടോർച്ചിൻ്റെ ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്കിൽ അതിനൊന്നും നമുക്ക് ഒരിക്കലും ഇത്തരത്തിൽ ഗാലറി ആക്സസ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ കോള്, നമ്മുടെ കോൺടാക്ട്സ് ഇതൊന്നും ആക്സസ് ചെയ്യേണ്ട ഒരാവശ്യവും വരുന്നില്ല. പക്ഷേ അതിനു പോലും ഇത്തരത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ആക്സസ് ആണ്, പെർമിഷനാണ് അവർ ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത് അലോ ചെയ്ത് കൊടുക്കാം. അതല്ല, അതുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പെർമിഷനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആഡ്സ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൂടുതലായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചില ആപ്പിലൊക്കെ ചിലപ്പം 1-2 ആഡ്സ് ഒക്കെ വരാറുണ്ട്. സോ അത് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് കുറേ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് വരാറുള്ളത്. പക്ഷെ അങ്ങനെയല്ലാതെ നമുക്ക് ആ ഒരു ആപ്പ് എന്തിനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്, അതിൻ്റെ ഫംഗ്ഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഡ്സ് വന്നുകൊണ്ടിരിക്കുക, നമുക്ക് എന്നിട്ട് ആപ്പ് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക, നമുക്ക് ഏത് സമയവും ഇങ്ങനെ ആഡ് വന്നിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമുക്ക് കൂടുതൽ സമയം പോകുന്നത്. അങ്ങനെയുള്ള അത്തരത്തിലുള്ള ആപ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആപ്സ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇൻസ്റ്റാൾ ചെയ്യണോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും ശ്രദ്ധിക്കുക. പിന്നെയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡൗൺലോഡ്സിന്റെ എണ്ണം നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആപ്പ് ഏതാണ്, നിങ്ങൾ അതൊരു പേര് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അതുമായിട്ടുള്ള ഒരുപാട് ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ക്യാമറ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതുമായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ വരും. അപ്പോൾ അതിൽ ഏറ്റവും ഡൗൺലോഡ്സ് ഉള്ള ആപ്പ് ഏതാണെന്ന് നോക്കുക. അതായിരിക്കും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അതായിരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ആപ്പ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു വഴി എന്ന് പറയുന്നത് നമ്മൾ റിവ്യൂസ് നോക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് മോശമാണെന്ന് തോന്നിയിട്ടുള്ള ആളുകൾ ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ല കമൻസും ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ മോശം കമൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ എങ്ങനെയുള്ള കമൻസ് ആണ്, മോശമായിട്ട് എന്താണ് അതിന് പ്രശ്നം പറയുന്നത്, അതുപോലെ നല്ലതായിട്ടുള്ള എന്തൊക്കെ
എന്തൊക്കെ കാര്യങ്ങളാണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്, റിയൽ ആയിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ റേറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാലും എത്ര സ്റ്റാർസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങളൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതൊരു റിയൽ ആപ്ലിക്കേഷൻ തന്നെയാണ്, ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ളതല്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ട് കൊണ്ട് മാത്രം നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.